ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എമ്പുരാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞു. സിനിമയെക്കുറിച്ച് താരതമ്യ പഠനം വരുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ അഭിനയിച്ച ഒന്നും രണ്ടും ഭാഗങ്ങളിൽ അഭിനയിച്ച മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ് എന്നിവരെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഒരേ ഒരു അഭിപ്രായമുള്ളത് മഞ്ജു വാര്യരെക്കുറിച്ചാണ്. അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൂസിഫറിൽ ഒരു നല്ല കഥാപാത്രമായിട്ടാണ് മഞ്ജു വാര്യർ വന്നത്. ആ കഥാപാത്രത്തിൻ്റെ വിഗതികൾ ശരിക്ക് എവിടേക്ക് പോകുന്നു എന്നുള്ളത് പ്രേക്ഷകർ അന്നും ആലോചിച്ചിരുന്നു. ഇപ്പോഴിത് രണ്ടാം ഭാഗം എമ്പുരാൻ വന്നിരിക്കുന്നു. ആ കഥാപാത്രത്തിന് കുറച്ചും കൂടി വ്യക്തത വരുത്തിയിട്ടാണ് മഞ്ജു വാര്യർ അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങി ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ഈ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും പലരും പറയുന്നത് എന്താ, മോഹൻലാലിനെ കുറിച്ച് പറയുന്നു, പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്നു, ടൊവിനോ തോമസിനെ കുറിച്ച് പറയുന്നു, മറ്റു ചില ചെറുതും വലുതുമായ റോളിൽ അഭിനയിച്ച നടന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ മഞ്ജു വാര്യരെക്കുറിച്ച് ഒരേ അഭിപ്രായം പോരുന്നുള്ളൂ. മഞ്ജു വാര്യർ ഈ രണ്ട് പടത്തിലും കുഴപ്പമില്ലാതെ അഭിനയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഞാൻ മഞ്ജു വാര്യരെ വിലയിരുത്തുന്നത് ഈ രണ്ട് സിനിമകൾ വെച്ചുകൊണ്ടല്ല. ഈ രണ്ട് സിനിമകൾ കൊണ്ട് വെച്ചാണ് മഞ്ജു വാര്യരെ വിലയിരുത്തുന്നതെങ്കിൽ മഞ്ജു വാര്യർ ഏറ്റവും നല്ല നടിയാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ അവരെ 14 വർഷങ്ങൾക്ക് കഴിഞ്ഞ്, അതായത് കല്യാണം വരെ അവരഭിനയിച്ച കുറേ സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. ആ സിനിമകളിൽ കല്യാണം തീരുമാനിച്ചിട്ടും കല്യാണം കഴിഞ്ഞിട്ടും അഭിനയിച്ച ഒരേ ഒരു സിനിമയുള്ളൂ, 2 പത്രം എന്നുള്ള സിനിമ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ കാണുന്നത് എന്താ, ഞാൻ ആദ്യമായി ഇവരെ കാണുന്നത് ആദ്യത്തെ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. അതൊന്നും വലിയ പരിചയമൊന്നുമില്ല. അന്ന് ഈ അഭിനയിക്കാൻ വന്ന ഈ യുവതി എന്ന് വെച്ചാൽ 16 വയസ്സായിട്ടുള്ളന്ന് അഭിനയിക്കുമ്പോൾ അത് ഒറിജിനലായിട്ട് ഇരിക്കുക, കൊല്ലുമ്പോൾ ഒറിജിനലായിട്ട് കൊല്ലുക, തൂങ്ങി മരിക്കുമ്പോൾ ഒറിജിനൽ തൂങ്ങി, ഇതൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അവിടെ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ചാടാൻ പോകുന്ന ഒരു സീനുണ്ട് മനോജ് കെയിനായിട്ട്. ഷൊർണൂരാണ് ഷൂട്ടിങ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഷൊർണൂർ പോയവർക്ക് അറിയാം, ഒരു കർവുണ്ട്, ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നത്, അവിടെ വെച്ചിട്ടാണ് സാധനം എടുക്കുന്നത്. ട്രെയിൻ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ ഷോട്ട് കിട്ടിയിട്ട് പിന്നെ വരെ കാത്തിരിക്കണം. അങ്ങനെ ഒറിജിനലായിട്ട് നോക്കി നോക്കുമ്പോൾ ഈ ക്യാമറ സ്റ്റാർട്ടെല്ലാം ഉള്ളിൽ നോക്കുമ്പോൾ ഇവർ ആ ട്രെയിനിൻ്റെ അടിയിലേക്ക് ഒറിജിനൽ പോകുന്ന സീനാണ് കാണുന്നത്. അവിടെ എന്തോ മനസ്സിലാക്കി മനോജ് ചെയ്യാൻ അടിക്കൊടുത്ത് രക്ഷപ്പെടുത്തുന്നുണ്ടായിരിക്കുന്നത്. അതാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ മഞ്ജു വാര്യർക്ക് ഇൻവോൾവ്മെൻ്റ് എന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞു വന്നില്ലേ, മലയാള സിനിമയ്ക്കൊരു സൂപ്പർ നായിക നടിയാണ് എന്ന് മഞ്ജു വാര്യർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ പിന്നെ കുറേ നല്ല സിനിമകളിൽ കാണുന്നത് കന്മദത്തിൽ ഒരു ഗ്ലാമർ വേഷമില്ല, സൂപ്പറായിട്ട് ചെയ്തിട്ടില്ലേ. ഒരുപക്ഷെ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു കഥാപാത്രമായിരുന്നു എന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ ഈ കണ്ണെഴുതി പൊട്ടും തൊട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇത്രയും സിനിമകളിൽ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏത് സിനിമയാണ് മഞ്ജു വാര്യരുടെ ബെസ്റ്റ് സിനിമ, ബെസ്റ്റ് കഥാപാത്രം എന്ന് വെച്ചാൽ രണ്ടഭിപ്രായം കണ്ണെഴുതി പൊട്ടെന്ന് പറയും. കണ്ണെഴുതി പൊട്ട് പ്രത്യേകത എന്താണ്? കണ്ണെഴുതി പൊട്ട് തിലകനാണ് ഒറിജിനൽ എതിരാളിയായിട്ട് നിൽക്കുന്ന, അതായത് ഈ പെൺകുട്ടിയോട് ഏറ്റുമുട്ടാൻ മത്സരത്തിൻ്റെ അഭിനയ ചക്രവർത്തി എന്ന് പറഞ്ഞ തിലകനോടൊപ്പം മത്സരിച്ച് ഒരു പടി മുന്നിൽ നിൽക്കുന്ന തരത്തിൽ അഭിനയം കാഴ്ചവെച്ചു. അത് തിലകനോട് മാത്രമല്ല, പുറത്ത് ബിജു കെ മേനോനുണ്ട്. ബിജു കെ മേനോൻ വേറെ സ്റ്റൈലിലാന്നറിയിക്കണം. ഒരേ സമയം വിവിധ ഭാഗങ്ങൾ, അതായത് എതിർപ്പിൻ്റെ ശത്രു ദുർഗാദേവി ആയിട്ട് പോലും അവർ വന്നു എന്നറിയിക്കണം. അപ്പം അവിടെ സാധാരണ തിലകനൊരു വലിയ നടൻ തന്നെയാണ്. ഷൂട്ട് കഴിഞ്ഞാൽ സ്ഥലം വിടും. പക്ഷേ തിലകൻ്റെ സീൻ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ആലോചിക്കും, തിലകൻ്റെ സീൻ കഴിഞ്ഞിട്ടും തിലകൻ അവിടെ ഇരിക്കുക. അപ്പം മണിയമ്പിള്ള ചേട്ടാ റൂമിൽ പോണ്ടേ? ഞാനിപ്പോൾ റൂമിൽ പോകുന്നില്ല, ഞാൻ ആ കുട്ടിയുടെ അഭിനയം കാണും. ചേട്ടൻ ആ കുട്ടിയുടെ അഭിനയം കാണുന്നുണ്ട്, മഞ്ജുവിൻ്റെ അഭിനയം കാണുന്നില്ല. വേറെ ഒന്നുകൊണ്ടൊന്നല്ല, അതെനിക്ക് ഒന്നൊന്നര എതിരാളിയാണ്. ഒന്നൊന്നര ശത്രുതാ മനോഭാവത്തിലല്ല, അതിൻ്റെ കയ്യിൽ കുറേ നമ്പറുണ്ട്.
ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴേ, നാളെ നിങ്ങൾ പുതിയ സീൻ എടുക്കുമ്പോഴേ എനിക്ക് മറുപടി കൊടുക്കണം അഭിനയിക്കാൻ. അപ്പോൾ എന്താ, ആ കുട്ടിയുടെ അഭിനയത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കി ഇപ്പുറത്ത് ഞാൻ കൊടുക്കണ്ടേ? അങ്ങനെ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ മഞ്ജു വാര്യരുടെ അഭിനയം കണ്ട് ഇരുന്നൊരു നടനാണ് നിലയ്ക്കുന്നത്. അങ്ങനെ തിലകൻ എന്നൊരു നടൻ ഇരിക്കണമെങ്കിൽ മഞ്ജു വാര്യർ എന്നുള്ള ആർട്ടിസ്റ്റിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ റേഞ്ച് എത്രയുണ്ട് എന്നാലോചിക്കണം. ആ സിനിമ കഥയുണ്ടാക്കിയപ്പോൾ ഇതിന് പറ്റിയ ഈ റോൾ അഭിനയിക്കാൻ പറ്റിയത് ആരാണെന്ന് അന്വേഷിച്ച് നടന്നു. പ്രഗത്ഭമതികളായ പല നടിമാരുടെയും പേര് പറഞ്ഞെങ്കിലും പലർക്കും അത് ഇഷ്ടമായില്ല. അവസാനമാണ് മണിയമ്പിള്ള രാജുവാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. മണിയമ്പിള്ള രാജു ഇടയ്ക്കൊരു നിർമ്മാതാവിൻ്റെ റോളുള്ളതാണ് ഈ മഞ്ജു വാര്യരെക്കുറിച്ചൊന്ന് പറഞ്ഞത്. മഞ്ജു വാര്യർ ഉണ്ടെങ്കിലേ ഈ സിനിമ ചെയ്യൂ എന്നൊരു തീരുമാനം എടുക്കുകയാണത്. അങ്ങനെ മഞ്ജു വാര്യർ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ സിനിമ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ, ഒരു കഥാപാത്രം ഒരേ ഒരു നടിക്ക് മാത്രമേ അഭിനയിക്കാൻ പറ്റൂ എന്ന് തെളിയിക്കപ്പെട്ടു. അത് മഞ്ജു വാര്യരാണെന്ന് ആലോചിക്കണം. നിങ്ങൾ ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ കാണാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ പത്രം എടുത്ത് നോക്കുക. ആ പത്രം ജോഷി ചെയ്ത പത്രമാണ്, സുരേഷ് ഗോപി നായരാണ്, രഞ്ജി പണിക്കർ എഴുതിയിട്ടുള്ളതാണ്. ആ പത്രം ഷൂട്ടിംഗ് തുടങ്ങി പകുതിയായപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണത്തോടെ അഭിനയം നിർത്താൻ പോയതാണത്. പക്ഷേ ഇത് പൂർത്തിയാക്കണം. കല്യാണത്തിന് ശേഷം അഭിനയിച്ച് അവസാനിപ്പിച്ച ഒരേ ഒരു സിനിമ പത്രം തന്നെയാണ്. പത്രത്തിലത്തെ പെർഫോമൻസ് നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്. വെറും ഒരു അഭിനയമൊന്നുമല്ല, കോമാളി വേഷമല്ല, വ്യത്യസ്തമായ മുഖങ്ങളാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്ന പോലെ ഒരു ഭാഗത്ത് തുടങ്ങി മറുഭാഗത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, അതിനെയാണ് നമ്മൾ ഏറ്റവും നല്ല അഭിനയം എന്ന് പറയാറുള്ളത്. അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവർ കുറച്ച് പേരെ മലയാള സിനിമയിലും ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു നടി മഞ്ജു വാര്യർ എന്നാലോചിക്കണം. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആറാം തമ്പുരാൻ എടുത്ത് നോക്കൂ, വേറെ ഇല്ലേ? ഇത്തിരി കോമഡി ഇതൊക്കെ തോന്നുമെങ്കിലും ആറാം തമ്പുരാൻ കലക്കിയിട്ടില്ലേ? ഇത്തരം കുറേ സിനിമകളിലൂടെ കടന്നു വന്ന മഞ്ജു വാര്യർ ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലെത്തി നിൽക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ മോഹൻലാലും പൃഥ്വിരാജും റബീനടക്കമുള്ളവർ എമ്പുരാനിൽ മോശം ഒരു മങ്ങിയ പ്രകടനം വെച്ചപ്പോൾ ലൂസിഫറിൻ്റെ അഭിനയം വലിയ കുഴപ്പമില്ലാതെ, എന്നാൽ ഇത്തിരി മൈനസ് പോയിന്റ് ഉണ്ടെങ്കിലും, നമുക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ചായ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ നിൽക്കുന്നത് മഞ്ജു വാര്യർ മാത്രമാണ് ആലോചിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലും കൂടുതൽ ശക്തി ആർജിക്കാൻ മഞ്ജു വാര്യർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ മൂന്നാം ഭാഗത്തിൽ മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, മോഹൻലാൽ അടക്കമുള്ളവർക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം എടുത്തു മാറ്റിക്കൊണ്ട് ഈ മലയാളത്തിൽ പറഞ്ഞാൽ മഞ്ജു വാര്യർ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് ഒരു കഥാപാത്രവും കഥയുമാണ് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ലൂസിഫറിനേക്കാൾ വെല്ലും എമ്പുരാനെ നമുക്ക് മറന്നേക്കാം എന്നൊരു പ്രചരണവും വന്നിട്ടുണ്ട്. നല്ല റോളുകളിലൂടെ മഞ്ജു വാര്യർ ശക്തയാകട്ടെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മറക്കാതെ സൂക്ഷിക്കേണ്ടത്, വിവാഹത്തിന് ശേഷം 14 വർഷം കഴിഞ്ഞ് ഹൗ ഓൾഡ് ആർ യുവിൽ തിരിച്ചു വന്നുകൊണ്ട് സ്ത്രീകളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ, മാനസപുത്രിയായി മാറിയ മഞ്ജു വാര്യർ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നു. എന്നും തിളങ്ങി നിൽക്കട്ടെ അഭിനയത്തിലും പെരുമാറ്റത്തിലും.